പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മെയ് 20 അധികാരത്തിൽ വന്ന LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാരും എന്നതിനാൽ ഒരർത്ഥത്തിൽ ഇത് LDF സർക്കാരിൻ്റെ 9ാം വാർഷികമാണ്. ഈ വേളയിൽ ജനകീയ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് മലയാളികൾ. 4ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന ജനസാഗരങ്ങൾ നൽകുന്നത് LDFന് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന ഉറപ്പുകൂടിയാണ്. കൃത്യമായ ഒരു ഭരണ സംവിധാനം ഇല്ലാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം കേരളത്തിൻ്റെ വികസനവും ജനക്ഷേമവും വിറങ്ങലിച്ചു നിന്ന ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. തൊഴിൽ നിയമന മരവിപ്പ്, പൊതുമേഖലയുടെ തകർച്ച, അടച്ചുപൂട്ടുന്ന പൊതുവിദ്യാലയങ്ങൾ തുടങ്ങി അസംഖ്യം പ്രശ്നങ്ങളായിരുന്നു സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒപ്പം തകർന്ന റോഡുകൾ, അഴിമതി പാലങ്ങൾ തുടങ്ങിയവയും ഇഴഞ്ഞു നീങ്ങുന്ന കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും. ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് LDF സർക്കാരിൻ്റെ നവകേരള സൃഷ്ടി ആരംഭിച്ചത്. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണകൾ അപ്രത്യക്ഷമായ 9 വർഷങ്ങൾ കൂടിയാണ് കടന്നുപോയത്. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവും ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതാ വികസനവുമെല്ലാം. ഇവയോടൊപ്പം അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി, സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി, IT കോറിഡോർ, പുതുവൈപ്പിൻ LPG ടെർമിനൽ, കോസ്റ്റൽ ഹൈവേ, വയനാട് തുരങ്കപാത തുടങ്ങി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വൻ പദ്ധതികളും ഒരുങ്ങുന്നുണ്ട്. സമൂഹത്തിലെ പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും അതിവേഗത്തിലാണ് മുന്നേറുന്നത്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സർക്കാർ ഇതിനകം 5,79,568 വീടുകളാണ് അനുവദിച്ചത്. ഈ വീടുകളിൽ 34% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയും പുരോഗമിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാനായി പ്രതിവർഷം 11,000 കോടി രൂപയോളം സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത സർക്കാർ എന്ന അഭിമാനകരമായ നേട്ടവും ഈ സർക്കാർ കൈവരിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി 43,058 പട്ടയം കൂടി വിതരണം ചെയ്തതോടെ ഈ 4 വർഷത്തിനുള്ളിൽ 2,73,945 പട്ടയമാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 1,77,11 പട്ടയം വിതരണം ചെയ്ത റെക്കോർഡാണ് ഈ LDF സർക്കാർ മറികടന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 9 വർഷത്തെ കണക്കിലെടുത്താൽ 4 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് ഭൂമിയുടെ ഉടമകളായി തീർന്നത്. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്കിയാൽ അടിസ്ഥാന സൗകര്യ രംഗത്തും അക്കാദമിക രംഗത്തും സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. പൊതുജനാരോഗ്യ രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവന്നതും ഈ ഭരണകാലത്തു തന്നെ. മരുന്നും ഡോക്ടറും വൃത്തിയുമുള്ള സർക്കാർ ആശുപത്രികൾ LDF സർക്കാരിൻ്റെ സുപ്രധാന നേട്ടമാണ്. വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നതും IT സ്റ്റാർട്ടപ്പ് മേഖലയിൽ സംസ്ഥാനത്തിന് കുതിപ്പുണ്ടാക്കാനും ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ സാധിച്ചു. സർക്കാർ സർവീസിൽ റെക്കോർഡ് നിയമനങ്ങളാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത്. 4ാം വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ആഘോഷ പരിപാടികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല മേഖലാതല യോഗങ്ങൾ നടന്നുവരികയാണ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രദർശന വിപണന മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലും വിഭാഗങ്ങളിലും പ്രശസ്തമായവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നു. വാർഷികാഘോഷ പരിപാടികൾ പുരോഗമിക്കവെയാണ് 200 കോടി ചെലവിട്ടുള്ള CL 2.0 IT വികസന പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. മേഖലാതല യോഗങ്ങളിൽ സർക്കാരിൻ്റെ വൻകിട പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നുമുണ്ട്. കേരളം മുന്നേറുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ചിലരുണ്ട്. അവർ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് വാർഷികാഘോഷ പരിപാടികളിലെ ജനപങ്കാളിത്തം.